ഗുഡ് മോർണിംഗ് ജോമി. എഴുന്നേറ്റേ, ദേ നേരം വൈകിട്ടോ. സ്കൂളിൽ പോകണ്ടേ? 5 മിനിറ്റിനുള്ളിൽ അമ്മ ഭക്ഷണമെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോഴേക്കും വേഗം കുളിച്ച് റെഡി ആവണേ. ഇനി ഞാൻ വിളിക്കാൻ വടിയമായിട്ടായിരിക്കും വരിക. എന്തു പറ്റി? എന്താ നിന്റെ മുഖത്ത് രാവിലെ തന്നെ ഒരു വാട്ടം? നിങ്ങളുടെ മകളുടെ കാര്യം തന്നെ. ഇത്രയും വളർന്നിട്ടും സമയത്തിന്റെ വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൾക്ക്. നോക്കിക്കേ, ഇത്ര നേരമായിട്ടും അവൾ എഴുന്നേറ്റിട്ടില്ല. അവളുടെ മടി മാറ്റാൻ ഒരു വഴിയുണ്ട്. എന്നാണ് അവളുടെ സ്കൂൾ ട്രിപ്പ്? അത് നാളെയാണ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നാളെ ഈ വീട്ടിലെ എല്ലാ ക്ലോക്കും 30 മിനിറ്റ് നേരത്തെ ആക്കി വെക്കുക. എന്നിട്ട് മനഃപൂർവ്വം സമയം വൈകിപ്പിച്ച പോലെ അഭിനയിക്കുക. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരി. അമ്മേ, നാളെ നേരത്തെ വിളിക്കണേ. സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകുന്ന ദിവസമാണ്. 7:30 ബസ് എടുക്കും. അതിനു മുന്നേ സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോള് കിടന്നോ, അമ്മ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. ജോമി മോളെ വേഗം എഴുന്നേൽക്ക്. അമ്മ ഉറങ്ങിപ്പോയടാ. 7:30 ആയി പോയി. ബസ് പോയോ ആവോ? എന്ത് പണിയാ അമ്മേ കാണിച്ചത്? ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുമ്പേ പറഞ്ഞതല്ലേ എന്നെ നേരത്തെ വിളിക്കണമെന്ന്. വേഗം വാ, എന്നെ ഒന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് തരുമോ? ഓക്കെ, വേഗം റെഡിയാവൂ. സോറി മോളെ, ഞാൻ കാരണം നിന്നെ കൂട്ടാതെ സ്കൂൾ ബസ് പോയെന്ന് തോന്നുന്നു. ഇതിനെല്ലാം കാരണം നമ്മൾ നേരത്തെ എത്താത്തതാണ്. ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. എനിക്ക് നേരത്തെ പോണമെന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരുന്നു. ഒന്നും ഞാൻ ചെയ്തില്ല. കരയല്ല മോളെ. ഹായ്, അതാ എന്റെ സ്കൂൾ ബസ് വരുന്നു. ഹായ്. മമ്മി, ഞാനൊരു കാര്യം പഠിച്ചു. ഇനി എന്തും കൃത്യസമയത്തിന് ചെയ്യണം. സമയത്തിന്റെ വില ഞാൻ മനസ്സിലാക്കി. ഗുഡ് ഗേൾ. നമുക്ക് സമയത്തെ പെട്ടിയിലോ ബാങ്കിലോ കൂട്ടിവെക്കാൻ സാധിക്കില്ല. ചാക്കിലോ കടലാസിലോ പൊതിഞ്ഞു വെക്കാനും പറ്റില്ല. സമയം എല്ലാവർക്കും തുല്യ അളവിലാണുള്ളത്. ചിന്തിക്കുക, വരാനുള്ളതിനെ ഒന്നിച്ച് വാരി കൂട്ടിയെടുക്കാനാവില്ല. കിട്ടുന്നതിനെ ഉപയോഗിക്കാനും തിരസ്കരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സമയം നമ്മെ നിർബന്ധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല. സൂക്ഷിക്കുക. സോറി മമ്മി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പമ്മി പമ്മി നടക്കും, തൊടും പേറി നടക്കും.
ദിവസം നമ്മുടെ രാജാവും മന്ത്രിയും കൂടി കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. മന്ത്രി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചാലും പ്രഭു. ജീവിതത്തിൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും സ്വർണ്ണ നാണയമോ നിധിയോ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? രാജാവിന്റെ ചോദ്യം കേട്ടതും മന്ത്രി നടത്തം നിർത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുക്കും പ്രഭു. മന്ത്രിയുടെ മറുപടി കേട്ട രാജാവ് ഒന്ന് ഞെട്ടി. അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, അങ്ങന്റെ ചോദ്യത്തിന് ആലോചിക്കാതെയാണ് മറുപടി പറഞ്ഞതെന്ന് തോന്നുന്നു. നിങ്ങൾ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇതിൽ ആലോചിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല പ്രഭു. ഞാൻ തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുക്കും. മന്ത്രിയുടെ വാക്കുകൾ കേട്ട രാജാവ് തീർത്തും നിരാശനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരുതിയിരുന്നത് കൊട്ടാരത്തിലെ മറ്റു അംഗങ്ങളെ പോലെ അങ്ങ് അത്യാഗ്രഹിയല്ല എന്നാണ്. പക്ഷേ നിങ്ങൾ എന്റെ ധാരണ തെറ്റിച്ചു. എന്നാലും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയാമോ? രാജാവിന്റെ വാക്കുകൾ കേട്ട മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാനായ അങ്ങയുടെ രാജ്യത്തിൽ നീതിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രഭു. അതുകൊണ്ട് തന്നെ എനിക്ക് നീതി പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ അങ്ങയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ നാണയം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണ നാണയം തിരഞ്ഞെടുത്തത്. നീതിമാനായ രാജാവിന് മന്ത്രിയുടെ വാക്കുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. മന്ത്രിയുടെ ബുദ്ധിവൈഭവത്തിൽ സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തിന് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു. മന്ത്രി, നാമിന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം നേരിട്ടറിയാൻ വേണ്ടി ഒന്ന് വേഷം മാറി രാജ്യത്തിലുടനീളം സഞ്ചരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് പറയുന്നു? തീർച്ചയായും പ്രഭു, അത് വളരെ നല്ലൊരു കാര്യമാണ്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അറിയുന്നതിന് അത് വളരെയധികം സഹായിക്കും. ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അങ്ങനെ രാജാവ് തന്റെ വേഷം മാറി ഒരു കുതിരപ്പുറത്തു കയറി യാത്രയായി. വേഷം മാറിയെത്തിയ രാജാവ് ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു വീടിനു മുൻപിലെത്തിയ രാജാവ് ഒരു കാഴ്ച കണ്ടു നിന്നു. ആ വൃദ്ധനോട് തന്നെ ആദ്യം സംസാരിച്ചു നോക്കാം. രാജാവ് വൃദ്ധന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി രാജാവ് വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പ്രായത്തിലും മരത്തൈകൾ നടുന്നത്? എന്തായാലും ഈ തൈകൾ മരമായി കായ്ഫലം നൽകാറാവുമ്പോൾ ഒരുപാടാകും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാൻ കഴിഞ്ഞില്ലെന്നും വരാം. നമുക്കിന്ന് ഫലങ്ങൾ തരുന്ന മരങ്ങളൊന്നും ഞാനോ നിങ്ങളോ നട്ടതല്ല, നമ്മുടെ പൂർവികർ നട്ടതാണ്. അവർ ഇതുപോലെ കരുതിയില്ലെങ്കിൽ നമുക്കിന്ന് കഴിക്കാൻ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണോ ഈ തൈകൾ നടുന്നത്? തീർച്ചയായും നമ്മൾ വിതയ്ക്കുന്നതിന്റെ ഫലം നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റാർക്കെങ്കിലും അത് ഉപകരിക്കും. ഇതു കേട്ട രാജാവിന് വൃദ്ധന്റെ സഹജീവികൾക്കും നന്മ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തിയിൽ അഭിമാനം തോന്നി. വരൂ, നമുക്ക് കൊട്ടാരം വരെ ഒന്ന് പോകാം. കൊട്ടാരത്തിലേക്കോ? എന്തിനെ? നിങ്ങളെ പോലുള്ളവരാണ് ഈ രാജ്യത്തിന് ആവശ്യം. ഞാൻ രാജാവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം വാങ്ങിത്തരാം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പ്രതിഫലം കൊടുക്കുന്ന ഒരാളല്ല ഞങ്ങളുടെ രാജാവ്. നിങ്ങൾ ഇപ്പോൾ എന്നെ വിശ്വസിക്കൂ, എന്റെ കൂടെ വരൂ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വൃദ്ധൻ വേഷം മാറിയ രാജാവിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെ രാജാവ് ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, രാജാവിന് ഇതൊന്നും അറിയാനോ കേൾക്കാനോ നേരമുണ്ടാവില്ല. വേഷം മാറിയ രാജാവ് താൻ ആരാണെന്ന രഹസ്യം വെളിപ്പെടും. വേഷവിധാനങ്ങൾ ഓരോന്നായി അഴിച്ച് രാജാവായി മാറി. തന്റെ മുന്നിൽ നിൽക്കുന്നത് രാജാവാണെന്ന് അറിഞ്ഞ വൃദ്ധൻ വളരെയധികം സന്തോഷിച്ചു. തുടർന്ന് രാജാവ് പറഞ്ഞു, നിങ്ങൾ രാജ്യത്തിലുള്ളവർക്കെല്ലാം ഒരു മാതൃകയാണ്. രാജാവ് വൃദ്ധന് തന്റെ പ്രവൃത്തിക്കുള്ള സമ്മാനമായി
ധാരാളം സ്വർണ്ണ നാണയങ്ങൾ നൽകി. ഇത് മറ്റു കുട്ടികൾക്കും പറഞ്ഞുകൊടുത്ത് ഭാവി തലമുറകളെ വളർത്തിയെടുക്കാനും ഉപദേശിച്ചു. പ്രതിഫലം ആഗ്രഹിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക. പണ്ട് പണ്ട് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു ശുദ്ധ മനസ്കനായ അറവുകാരൻ ഉണ്ടായിരുന്നു. മൂസ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ സത്യസന്ധമായാണ് മാംസ കച്ചവടം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും വഞ്ചനയ്ക്ക് അയാൾ വിധേയനാകാറുണ്ടായിരുന്നു. ഒരു ദിവസം, ചേട്ടാ അവിടെ എത്ര വേണ്ടത്? എനിക്കൊരു 2 കിലോ. അപ്പോഴാണ് കൊള്ള പലിശക്കാരൻ ദാമു അവിടേക്ക് വന്നത്. ഓ മൂസേ, അയാൾക്ക് 2 കിലോ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ. എന്റെ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനം വേണം. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? നിങ്ങളെല്ലാവരും കേൾക്കണം. ഞാൻ ഇന്നലെ ഇവന്റെ കയ്യിൽ നിന്നും 4 കിലോ മാംസം വാങ്ങി. വീട്ടിലെത്തിയപ്പോഴാണ് നോക്കുന്നത്, അതിൽ മുഴുവൻ എല്ലിൻ കഷ്ണങ്ങളായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്താ അത് തിരിച്ചു കൊണ്ടുവരാതിരുന്നത്? ഞാൻ പകരം മാംസം തരുമായിരുന്നല്ലോ. ഓഹോ, അപ്പോ ഞാൻ പറയുന്നത് കള്ളം എന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? അത് എല്ലിൻ കഷ്ണങ്ങളാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ അതെന്റെ പട്ടികൾക്ക് കൊടുത്തു. എനിക്ക് എത്രയും പെട്ടെന്ന് 4 കിലോ മാംസം വേണം. വേഗം എടുക്ക്. ഇതാ കൊള്ളപ്പലിശക്കാരൻ ദാമുവിന്റെ സ്ഥിരം പരിപാടിയാണ്. പാപം മൂസാക്ക. കൊള്ള പലിശക്കാരന്റെ ചതിയാണെന്ന് അറിഞ്ഞിട്ടും അറവുകാരൻ മനസ്സില്ലാ മനസ്സോടെ വീണ്ടും 4 കിലോ മാംസം പലിശക്കാരൻ ദാമുവിന് കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പതിവ് പോലെ അന്നും അറവുകാരൻ മൂസ തന്റെ കട തുറന്നിരുന്നു. അന്ന് രാവിലെ അനേകം പേർ മാംസം വാങ്ങാൻ വന്നപ്പോൾ ഓരോരുത്തർക്കും അവർ ആവശ്യപ്പെട്ട കണക്കിന് മാംസം വിൽക്കുകയും പണം വാങ്ങുകയും ചെയ്തു. അപ്പോഴാണ് ധനികനായ ഒരു ധാന്യ വ്യാപാരി അവിടേക്ക് വന്നത്. മൂസ, എനിക്കൊരു 2 കിലോ വേഗം വേണം. ഓ, ഇപ്പൊ തരാം. ധാന്യ വ്യാപാരി പറഞ്ഞ അത്രയും മാംസം അറവുകാരൻ നൽകി. അതിനിടയിൽ ഒരു അത്യാവശ്യത്തിന് അറവുകാരൻ പിന്നോട്ടൊന്ന് തിരിഞ്ഞ തക്കത്തിൽ അയാൾ പണസഞ്ചി കൈക്കലാക്കി. എന്നിട്ട് അതിൽ നിന്ന് തന്നെ താൻ വാങ്ങിയ മാംസത്തിന്റെ വിലയ്ക്കുള്ള നാണയങ്ങൾ എടുത്തു കൊടുത്തു. ഇത് കണ്ട അറവുകാരൻ മൂസ പ്രതിഷേധിച്ചു. വഴക്കായി. അത് കൊള്ളാമല്ലോ ചേട്ടാ. എന്റെ കയ്യിലുള്ള പണം എനിക്ക് തന്നെ തന്നുകൊണ്ട് എന്റെ കയ്യിൽ നിന്നും തന്നെ സാധനം വാങ്ങുന്നോ? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ആര് പറഞ്ഞു ഇത് നിന്റെ പണമാണെന്ന്? ഇത് നല്ല കഥ. ഇത്രയും വലിയ പണക്കാരനായ എനിക്ക് നിന്റെ പണം മോഷ്ടിക്കേണ്ട ഗതികേടൊന്നുമില്ല. അവിടെ തടിച്ചുകൂടിയവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ ആരാണ് പണസഞ്ചിയുടെ അവകാശി എന്നറിയില്ലായിരുന്നു. അവസാനം പ്രശ്നം എവിടെയും എത്തുന്നില്ലെന്ന് കണ്ടപ്പോൾ കൂട്ടത്തിൽ മാന്യനാണെന്ന് തോന്നിയ ഒരാൾ നിർദ്ദേശിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇവരെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് രാജാവിനെയും മന്ത്രിയെയും പോയി കാണുക. അറവുകാരനും ധാന്യ വ്യാപാരിയും മറ്റുള്ളവരും കൊട്ടാരത്തിലെത്തി. പണക്കിഴി കയ്യിൽ വെച്ചിരുന്ന മാന്യൻ നടന്ന വിവാദമൊക്കെ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. എനിക്ക് ആ പണസഞ്ചി ഒന്ന് പരിശോധിക്കണം. ആ കിഴി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം തെളിഞ്ഞു വന്നു. തുണി കൊണ്ടുണ്ടാക്കിയ സഞ്ചിയുടെ മേൽ രക്തം കട്ട പിടിച്ച് ഉറച്ചതിന്റെ പാടുകളുണ്ട്. എന്നിട്ടും ഉറപ്പുവരുത്താനായി മന്ത്രി അകത്തുള്ള നാണയങ്ങൾ പുറത്തെടുത്ത് നിരീക്ഷിച്ചു. അവയിലും രക്തപ്പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. ഈ പണസഞ്ചി അറവുകാരൻ മൂസയുടേതാണ്. മന്ത്രി, അത് നിങ്ങൾക്ക് എങ്ങനെ സമർത്ഥിക്കാൻ കഴിയും? ഈ പണസഞ്ചി പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തുണി കൊണ്ടുണ്ടാക്കിയ സഞ്ചിയിന്മേൽ രക്തം കട്ട പിടിച്ച് ഉറച്ചതിന്റെ പാടുകളുണ്ട്. ഒരേ സമയം രക്തമുറ്റിയ മാംസവും പണവും കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ സഞ്ചിക്ക് ആ ലക്ഷണങ്ങൾ കാണൂ എന്ന് ഉറപ്പായി. അങ്ങനെയാണ് ഞാൻ ഈ നിഗമനത്തിലെത്തിയത് പ്രഭു. മന്ത്രിക്ക് സത്യം മനസ്സിലായെന്ന് കണ്ടപ്പോൾ അയാൾക്ക് നിൽക്കക്കളിയില്ലാതെയായി. ഉടനെ അയാൾ മാപ്പു പറഞ്ഞു. ധാന്യ വ്യാപാരിക്ക് കനത്ത ശിക്ഷയും പിഴയും വിധിച്ചു. അറവുകാരൻ മൂസയുടെ പണസഞ്ചിയിൽ കണ്ടതിന്റെ ഇരട്ടി തുക അയാൾക്ക് ധാന്യ വ്യാപാരി കൊടുക്കണം എന്നതായിരുന്നു പിഴ. പുറമെ പണസഞ്ചിയും തിരിച്ചു നൽകി. ഒരിക്കൽ ഒരു രാജാവ് രാജ്യത്തെ എല്ലാ വൃദ്ധരെയും നാടുകടത്തണമെന്ന് ഉത്തരവിറക്കി. രാജാവിന്റെ ആജ്ഞയല്ലേ, അനുസരിക്കാതെ ഇരുന്നാൽ അവരുടെ തല പോകും. പട്ടാളക്കാർ
അവർ ഓരോ വൃദ്ധരെയും കണ്ടുപിടിച്ച് നാടുകടത്തി. ഏതോ ഒരു മകൻ മാത്രം തന്റെ വൃദ്ധനായ പിതാവിനെ ആരും അറിയാതെ ഭൂമിക്കടിയിൽ നിലവറയുണ്ടാക്കി രക്ഷപ്പെടുത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അധികം താമസിയാതെ രാജ്യത്ത് കൊടിയ ഭക്ഷ്യക്ഷാമം തുടങ്ങി. മതിയായ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരണപ്പെട്ടു. ഒടുവിൽ കൃഷി ചെയ്യാൻ പോലും ഒരു മണി നെല്ല് കിട്ടാതെ ജനം വലഞ്ഞു. ഇങ്ങനെ പോയാൽ ഇനി നമ്മളടക്കം എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കും. ആരവിടെ? നമ്മുടെ രാജ്യത്തിലെ ഓരോ വീട്ടിലും കയറിയിറങ്ങി കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ശേഖരിക്കുക. രാജാവിന്റെ ഉത്തരവ് കേട്ട് പടയാളികൾ വീട് വീടാന്തരം കയറിയിറങ്ങി വിത്തുകൾ അന്വേഷിച്ചു. എവിടെ നിന്ന് കിട്ടാൻ? രക്ഷയില്ലാതെ വന്നപ്പോൾ ആളുകൾ രാജ്യം വിട്ടു പോകാൻ തുടങ്ങി. അങ്ങനെ പിതാവിനെ രഹസ്യമായി പാർപ്പിച്ച മകൻ ഒരു ദിവസം അച്ഛനെ കണ്ടു പറഞ്ഞു, അച്ഛാ, ഇനി നാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഭക്ഷണമില്ലെന്ന് മാത്രമല്ല, ഒരു ഭക്ഷ്യധാന്യത്തിന്റെയും വിത്ത് പോലും കിട്ടാനില്ല. അതുകൊണ്ട് പട്ടിണി കിടന്നു മരിക്കാതെ നമുക്ക് സ്ഥലം വിടാം. എന്നാൽ ആ പിതാവ് അതിന് സമ്മതിച്ചില്ല. നീ നാളെ നമ്മുടെ ഗ്രാമത്തോട് ചേർന്നുള്ള കുന്നിൻ താഴ്വരയിൽ നാളെ മുതൽ കലപ്പ കൊണ്ട് ഉഴുത് എന്നും വെള്ളവും വളവും ഇടണം. അവിടെ കൃഷി ചെയ്യണം. ഒരു തരി വിത്തില്ലാതെ എങ്ങനെയാണ് അച്ഛാ കൃഷി ചെയ്യുക? എന്നാൽ പിതാവ് താൻ പറയുന്നത് പോലെ ചെയ്യാൻ അവനോട് പറഞ്ഞു. അനുസരണശീലമുള്ള ആ മകൻ താഴ്വാരത്തിലെ മണ്ണിനെ ഉഴുതുമറിച്ച് വെള്ളവും വളവും വിതറി. വിത്തില്ലാതെ കൃഷി ചെയ്യുന്ന അവന്റെ പ്രവൃത്തി കണ്ട് അവന് ഭ്രാന്തായെന്ന് എല്ലാവരും വിശ്വസിച്ചു. ആളുകൾ കളിയാക്കി. പക്ഷെ മകൻ അത് കേട്ടു പിന്മാറിയില്ല. അവൻ അച്ഛന്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൻ ഉഴുതുമറിച്ച ഭൂമിയിൽ നെല്ലിന്റെ പുതുനാമ്പുകൾ തലപൊക്കി. നിമിഷ നേരത്തിനുള്ളിൽ ജനം അവിടേക്ക് ഒഴുകിയെത്തി. വിവരമറിഞ്ഞ രാജാവ് അവനെ പിടിച്ചുകൊണ്ടുവരാൻ പടയാളികളെ അയച്ചു. പടയാളികൾ വന്നപ്പോൾ നെൽവിത്തുകൾ നൽകാതെ ഒളിപ്പിച്ചു വെച്ച നിനക്ക് രാജ്യദ്രോഹത്തിന് നാം വധശിക്ഷ വിധിക്കുന്നു. പ്രഭു, മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങയുടെ കൽപ്പന അനുസരിക്കാതെ ഞാൻ എന്റെ പിതാവിനെ എന്റെ വീടിന്റെ നിലവറയിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുകയായിരുന്നു. എന്റെ പിതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അവരെ ഉഴുതുമരച്ച് വെള്ളമൊഴിച്ചത്. ഒരു വിത്ത് പോലും എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. അവിടെ മെയ് വിത്തുകൾ മുളച്ചതിന്റെ രഹസ്യം എന്റെ പിതാവിൽ നിന്നും അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഉടൻ തന്നെ പിതാവിനെ പിടിച്ചുകൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. രാജസന്നിധിയിൽ എത്തിയ വൃദ്ധനോട് രാജാവ് വിത്ത് വിതയ്ക്കാതെ നെൽച്ചെടികൾ വളർന്നു വന്നത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, രാജൻ, എല്ലാ കൊല്ലവും ധാന്യങ്ങൾ നിറച്ച വണ്ടിയുമായി അയൽ രാജ്യത്തേക്ക് വിൽപ്പനയ്ക്ക് ഞങ്ങൾ പോയിരുന്നത് ആ കുന്നിൻ താഴ്വരയിൽ കൂടിയായിരുന്നു. ദുർഘടമായ ആ വഴിയിലൂടെ പോകുമ്പോൾ കാളവണ്ടിയുടെ ചക്രങ്ങൾ കുലുങ്ങി നെൽവിത്ത് മണ്ണിൽ വീണുപോകും. അതുകൊണ്ടാണ് അവിടെ ഉഴുതുമറിക്കാനും വെള്ളം ഒഴിക്കാനും ഞാൻ മകനോട് പറഞ്ഞത്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ മുളയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. രാജാവ് അതിശയത്തോടെ വൃദ്ധന്റെ വാക്കുകൾ കേട്ടിരുന്നു. നാട്ടിലെ വൃദ്ധരെ എല്ലാം നാടുകടത്തിയ താൻ എന്തു മണ്ടത്തരമാണ് ചെയ്തതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വൃദ്ധനായ പിതാവിന് കൈ നിറയെ സമ്മാനം കൊടുത്ത് രാജാവ് നാടുകടത്തിയ വൃദ്ധരെ എല്ലാം തിരികെ എത്തിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. മുത്തശ്ശി, ഈ നട്ടുച്ച വെയിലത്ത് എന്തെടുക്കുക? ഈ കുട പിടിച്ചോ? താങ്ക് യു മോളൂ. മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത് വെയിലത്ത് പോകുമ്പോൾ എപ്പോഴും കുട ഉപയോഗിക്കണം, അല്ലെങ്കിൽ തൊപ്പി ധരിക്കണമെന്ന്? മുത്തശ്ശി മറന്നുപോയി മക്കളെ. അതല്ലേ കുട ഞങ്ങൾ കൊണ്ടു തന്നത്. മുത്തശ്ശി എന്തെടുക്കുകയായിരുന്നു? കിളികൾക്ക് വെള്ളം വെക്കുകയായിരുന്നു, കണ്ടില്ലേ? കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങിങ്ങായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം. പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ. പിന്നെ പാത്രങ്ങളിലെ വെള്ളം കൊതുക് കേന്ദ്രങ്ങളാളാതെ ശ്രദ്ധിക്കുകയും വേണം. വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം
ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും, അല്ലെങ്കിൽ വേനൽ ചൂടിൽ വെള്ളം വറ്റിപ്പോകും. എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല. നല്ല ശ്രദ്ധ വേണം. മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയും. അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുക് കൂത്താടികളും പ്യൂപ്പകളും വളരും. ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത്? അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ശരി മുത്തശ്ശി. മുത്തശ്ശി, അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക? അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കിട്ടും? അവിടെ നദികളും അരുവികളും എല്ലാം ഇല്ലേ, അവരതിൽ നിന്നും വെള്ളം കുടിക്കും. മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കഥ പറഞ്ഞു തരാം. വേനൽക്കാലത്ത് കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു. മാന്യരെ, പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ്. അടുത്ത വർഷം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പ്രഭു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? കേൾക്കട്ടെ. നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ്. അത് കുറച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. നമ്മളല്ല, നീ ഒരു പ്രാവശ്യം കുളിക്കുന്ന വെള്ളമുണ്ട്. നമുക്ക് ഒരു മാസം കുളിക്കാം. മതി നിർത്തൂ. ആനക്കുട്ട, നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? അതും ഈ ചൂടുകാലത്ത്. നിർത്തൂ. ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത്. എല്ലാവരും പരസ്പരം നോക്കി നിശബ്ദരായിരുന്നു. ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാവരും തല താഴ്ത്തി നിന്നു. ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു. ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്തു പറയുന്നു? സിംഹം മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. സിംഹം മുന്നോട്ട് വെച്ചു. അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സംഭരണിയുടെ പണി തുടങ്ങി. എല്ലാവരും തന്നെ ഓരോ പണിയിൽ ഏർപ്പെട്ടു, ചെന്നായ ഒഴികെ. എടാ, നീ എന്താ ഇവിടെ കിടക്കുന്നത്? വരുന്നില്ലേ? വന്ന് സഹായിക്കടാ. ഒത്തുപിടിച്ച മലയും പോരുമെന്നല്ലേ? ഓ, എനിക്കൊന്നും വയ്യ. കൈക്കും കാലിനും തീരെ വയ്യ. എന്തു പറ്റി? ഇന്നലെ ഒരു ചക്ക ഇടാൻ കയറിയതാ. കൊമ്പൊടിഞ്ഞ് പൊത്തോം എന്ന് പറഞ്ഞതാ കിടക്കുന്നു താഴെ. എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ. നീയാണോ വീണത്? ഞാനല്ലേ. പോയെ കൈക്കും കാലിനും എല്ലാം നീരാ. നല്ല വേദനയുണ്ട്. ഇത് കേട്ട് ആന മഴവെള്ള സംഭരണിയുടെ പണിയിൽ സഹായിക്കാൻ പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ചെന്നായ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ തിമിർത്തു പെയ്യാൻ തുടങ്ങി. മൃഗങ്ങൾ കരുതിയതുപോലെ തന്നെ മഴവെള്ളം ചാലിലൂടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി. മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി. മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ മഴ പോയി. വീണ്ടും വേനലെത്തി. പണിയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന ചെന്നായ ആരും കാണാതെ സംഭരണിയിലെത്തി വെള്ളം കുടിക്കുകയും വലിയ കുടത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു. തകർപ്പനൊരു കുളി നടത്താനും അവൻ മറന്നില്ല. ഇതെല്ലാം മറന്നിരുന്ന് നമ്മുടെ ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു. ആന താൻ കണ്ട കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. ഒരു പണിയും ചെയ്യാതിരുന്ന മടിയനാണവൻ. നീ ഒരു കാര്യം ചെയ്യണം. അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം. വേണമെങ്കിൽ നിന്റെ ഗദയുണ്ടല്ലോ, അതും കൂടി കരുതിക്കൊള്ളൂ. അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട. അവന്റെ മുതുകിനെ നോക്കി തന്നെ കൊടുത്തേക്ക്. ഇത് രാജകൽപ്പനയാണ്. ശരി പ്രഭു.
അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു. എന്നാൽ ആനയുടെ ഗദ കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു. അമ്പട കേമ, എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കുമല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോടെ നക്കുകയും ചെയ്തു. ഹായ്, എന്താ തേനിന്റെ ഒരു രുചി! ഇന്നിനി എന്തിനാ വെള്ളം? ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്ക് കൊതിയടക്കാനായില്ല. കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും പതിയെ പുറത്തു വന്ന ആനയെ കണ്ട് ചെന്നായ ചോദിച്ചു, ഇതെന്താ ആനക്കുട്ട, ഗതയുമൊക്കെയായി, എന്താ പരിപാടി? ഓ അതോ ഏയ് ചുമ്മാ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അതാ. എവിടെ? ഈ കുറ്റിക്കാട്ടിലോ? അത് വിട്. ഇത് എന്താടാ ഈ കുടത്തില്? കഴിക്കാൻ പറ്റിയത് വല്ലതും ആണോ? ഞാനാണേ വിശന്നു വലഞ്ഞിരിക്കുക. ഓ, ഇതിനകത്തൊന്നുമില്ലെന്നേ. നോണ, വലിയ നോണ. നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ? വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേന്. എന്താ അതിന്റെ രുചി? ഇത്തിരി എനിക്ക് കൂടി താടാ. ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ? 3-4 കുമ്പിള് തരാം. ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ. അതുവരെ ചേട്ടൻ ദേ ആ മരത്തില് തല ചേർത്ത് വെച്ച് നിന്നോ. മതിയടാ, അത് മതി. സന്തോഷം കൊണ്ട് മതിമറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ പറ്റെ തല ചേർത്ത് വെച്ചു നിന്നു. മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത്. തൊട്ടു പിന്നിലെത്തിയ ചെന്നായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തു കെട്ടി. പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു. അവിടെ എത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു. വിവരമറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു, ഇവനെ ഞാൻ വിഡ്ഢികളുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു. എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും.